ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ കുറച്ച് ഐറ്റംസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് തന്നെ വയർബോയ് ആണ്. വയർബോ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറ്, ഈ ഒരു ടൈപ്പ് വയർബോയ് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വയർബോയ് ആണ്. കണ്ടോ? അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇതൊക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗിയർ വെയർ ആണ് വന്നിരിക്കുന്നത്. 4mm ആണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാർട്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ആണ് നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് 6 പീസ് ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളുക. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബട്ടർഫ്ലൈ ബീഡ്സ് ആണ്. കണ്ട, ഒരു കളർ തന്നെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം കളർ തന്നെ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ മാല ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഈ ഒരു കളർ തന്നെ, മറ്റേത് നമ്മൾ നേരത്തെ ഇരുന്നത് മൾട്ടി കളർ ആയിരുന്നു. അതായത് ഈ ഒരു ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈയുടെ പല കളറ് നമ്മുടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഒരു കളറ് ഒറ്റ കളറാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണേലും നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അതുപോലെ വേറെ ബീഡ്സ് ഇട്ടും ചെറിയ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ബാൻഡിൽ ഇട്ട് കാണിക്കാം എത്രത്തോളം ഇത് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നുള്ളത്. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇത് തന്നെ നമുക്കൊരു ഇങ്ങനെ ഇട്ട് അതിൻ്റെ കുഞ്ഞൊരു ബീഡ്സ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഗോൾഡൻ കളറ് ബീഡ്സും കൂടി ഇട്ട് കാണിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി എത്രത്തോളം ഉണ്ടാകുമെന്ന്. അപ്പം ഞാൻ ഇത്രയൊരു ഗോൾഡൻ്റെ ചെറിയൊരു ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഫസ്റ്റ് നമ്മൾ ഇട്ട ശേഷം ഇത് നമ്മൾ ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ഗോൾഡനും അതുപോലെ തന്നെ ഇതും ഇങ്ങനെ നമുക്കൊരു ഹെയർ ബാൻഡ് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് നമുക്കത് കോർത്തെടുക്കാൻ ശകലം പ്രയാസമുണ്ട്. എന്ന് വെച്ചാൽ കണ്ടോ എന്ത് ഭംഗിയാണ്. ഇതുപോലത്തെ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഇങ്ങനെ വെച്ച് കാണിക്കാം. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. നമുക്കിത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ, അല്ല ഒരു സൈഡിലായിട്ട് കുറച്ച് ഇങ്ങനെ കോർത്തിട്ട് ബാക്കിയെല്ലാം കുറച്ച് മൾട്ടി കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ഹെയർ ബാൻഡ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഈ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഇതുപോലത്തെ ബട്ടർഫ്ലൈയും കൂടെ കോർത്ത് ഇതുപോലത്തെ വയർ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത് വന്നിരിക്കുന്നത് അതേ തന്നെ ബട്ടർഫ്ലൈയുടെ തന്നെയാണ്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല രസമാണ്, നല്ല കളർഫുള്ളായി. അതായത് നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആകർഷിക്കുന്ന ഒരു ഡ്രസ്സിനനുസരിച്ച് തന്നെ നമുക്കിതുപോലെ ഹെയർ ബാൻഡ് ആണേലും മാലയ്ക്കാണേലും നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചെറിയ രീതിയിൽ കാണിക്കാം, എത്രത്തോളം ഭംഗിയാകും എന്നുള്ളത്. ഇത് മാല ചെയ്യാനുള്ള ഒരു ഗിയർ വെയർ ആണ്. ഇതിന്റെ റോള് ഞാൻ മുമ്പ് കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നത് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ മാലയ്ക്കകത്ത് ഇങ്ങനത്തെ ഗിയർ വെയർ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിന്റെ അകത്താണെങ്കിൽ കമ്പിയുമുണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കിത് മാല കുറക്കാൻ നല്ല ഒരു ഗിയർ വെയർ ആണ്.
അപ്പോൾ ഇത് നമുക്ക് മാല കോർക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിന്റെ നടുവിലായിട്ട് വേറെ കുറച്ച് ബീഡ്സ് ഒക്കെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പൊ ഞാനിത് നോക്കട്ടെ. യെല്ലോ കളർ ഞാൻ നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്, ഇന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടി എത്രത്തോളം മാല ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. ഇത് ചെറിയ ബീഡ്സ് വൈറ്റിന്റെ ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, ഗോൾഡ് ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇരിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഭംഗിയെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് മാല ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ 2 എണ്ണമേ കോർത്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം ആ ഒരു ഭംഗി വരുന്നുണ്ടെന്ന് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ മാലയിൽ ഇങ്ങനെ കോർത്തെടുത്തിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറിയൊരു ലോക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റും. വളരെ നല്ലതാണ്. ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും മാല ചെയ്യുമ്പോഴൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് അങ്ങനെയും ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സ്. ഇതും അതെ, മുമ്പ് കാണിച്ച ആ ബട്ടർഫ്ലൈയുടെ ആ കളറുള്ള ബീഡ്സും അതെ, എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് നോക്കാം. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ്. കണ്ടോ, ഇത് നമുക്ക് റൗണ്ടിന്റെ അത്ര വലിയ റൗണ്ട് അല്ല. ഇതൊരു എത്ര പറയുന്നതെന്ന് എനിക്ക് അത്രയായിട്ട് അറിയത്തില്ലെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇത് ഗ്ലാസ് ബീഡ്സ് ആണ്. ഇതിന്റെ നമുക്ക് ആ മുമ്പ് കാണിച്ച പോലെ ബട്ടർഫ്ലൈയുടെ പോലെ തന്നെ ഉള്ളിലായിട്ട് നമുക്ക് ആ ഒരു കളർ ബീഡ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. നമുക്ക് ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യാനും മാല ചെയ്യാനാണെങ്കിലും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. ഞാൻ ജസ്റ്റ് വേറൊരു എൻ്റെ ഇതിന്റെ വലുപ്പം കൂടിയ ഒരു റൗണ്ടിന്റെ ഗ്ലാസ് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഈ ഒരു സൈസിൽ നിന്നും ഇതിന്റെ നിന്നും ചെറുതാണിത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇങ്ങനെ വലിയ ബീഡ്സ് ഇട്ടതിന് ശേഷം ചെറിയ ബീഡ്സ് അങ്ങനെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ്. ഇത് തന്നെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം ഇതിന്റെ നടുവിൽ വൈറ്റ് ഇടാം, ഗോൾഡ് ഇടാം. അങ്ങനെ നമുക്ക് ഓരോന്നിട്ടിട്ട് നമുക്ക് ഓരോ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് തന്നെയാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. മാലയ്ക്കാണേലും നല്ലതാണ്, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാണേലും നല്ലതാണ്. എന്താണെങ്കിലും നല്ല ഭംഗിയുള്ള ബീഡ്സുകളാണ്, കളർഫുൾ ആയിട്ടുള്ള ബീഡ്സുകളാണ് വന്നിരിക്കുന്നത്. കണ്ട് ഇത് തന്നെ ഇട്ട് ഹെയർ ബാൻഡ് ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ് കാണാൻ. കണ്ട, അതിൻ്റെ നടുവിൽ ഈ ഒരു 2 ബീഡ്സും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് വേറൊരു കളറ് മിക്സിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ് കാണാൻ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഹെയർ ബാൻഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ മാല ചെയ്യുവാണെങ്കിലും ഇതുപോലെ തന്നെ ഇരിക്കും. നമുക്കൊരു ചെറിയ ലോക്കറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മാലയ്ക്കാണെങ്കിൽ ഇതിൻ്റെ നടുവിലായിട്ട് വേറെ ബട്ടർഫ്ലൈയുടെ ഒക്കെ ബീഡ്സ് ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഇതേ സെയിം തന്നെ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കാണാം. കണ്ട, ഗ്രീൻ കളറാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമാണ്. അത്ര വലിയ ബീഡ്സ് അല്ല, ഇത് അത്യാവശ്യം ചെറുതുമല്ല, ഒരു മീഡിയം സൈസാണ്. കണ്ട, ഇതുകൊണ്ട് നമുക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും വയർ ബോയ് ആണെങ്കിലും മാലയ്ക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതും അതുപോലെ തന്നെ കോർത്തെടുത്ത് നോക്കാം എത്രത്തോളം ഭംഗിയാകും എന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഈ ഒരു ബീഡ്സും ആ ഒരു ബീഡ്സും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്നും ചെറിയ ഒരു സൈസ് കുറവാണ് ഈ ഒരു ബീഡ്സ്. അപ്പൊ നമുക്ക് ഈ ഒരു വൈറ്റ് വലുതും ചെറുതും ഇങ്ങനെ നമുക്കിട്ട് കോർത്ത് കൊടുക്കാം. ഇല്ല, നമുക്ക് ഇത് തന്നെ ചെയ്താലും വളരെ നല്ലതാണ്. മാലയ്ക്കാണേലും ഇത് തന്നെ ഇട്ട് മാല ചെയ്യുവാണേലും നല്ലതാണ്. ഇതുകൊണ്ട് നമുക്ക് കമ്മലാണേലും ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ബീഡ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. നമുക്കിനി അടുത്ത ബീഡ്സ് ഏതാണെന്ന് നോക്കാം.
പിന്നെ അടുത്തായിട്ട് നമുക്ക് ഗ്ലാസ് ബീഡ്സ് തന്നെയാണ്. ഇത് ഫ്ലവർ ഷേപ്പ് ഉള്ളൊരു ഗ്ലാസ് ബീഡ്സ് ആണ്. കണ്ടോ, വളരെ നല്ല ബീഡ്സ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബീഡ്സ് ആണ്. ഇതുപോലത്തെ ഈ ഒരു മൾട്ടി കളറാണ് വരുന്നത്. എല്ലാം ഇത് എത്ര കളർ ഉണ്ടെന്ന് ഞാനിപ്പം എടുത്ത് കാണിക്കാം. ഏകദേശം 1 2 3 4 5 6 6 കളറാണ് നമുക്ക് ഈ ഒരു ബീഡ്സിൽ മിക്സായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നല്ല ഹെയർ ബാൻഡൊക്കെ, മെയിനായിട്ട് നമ്മൾ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഇത് ചെയ്യുന്നത്. ഇതുകൊണ്ട് നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, എത്രത്തോളം ഭംഗിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, വളരെ നല്ല. നമുക്ക് ഹെയർ ബാൻഡൊക്കെ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ പല കളർ ഇട്ട് മിക്സ് ചെയ്തിടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ല നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് വേറെ ബീഡ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്താണേലും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബീഡ്സ് ആണിത്. കണ്ടോ, നമുക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ ഈ ഒരു ബീഡ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തെല്ലാം ചെറിയ വൈറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ കളറൊക്കെ ബീഡ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ബാൻഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ബീഡ്സ് ആണ്. കണ്ടോ, എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡായ ബീഡ്സ് ആണിത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സ് തന്നെയാണ്. കണ്ടോ, ഇത് മൾട്ടി കളറാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഓവൽ ഷേപ്പ്, പക്ഷേ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോയിൽ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ബീഡ്സ് ആണ്. ഇത് നമുക്ക് എത്ര കളർ ഉണ്ടെന്ന് ഞാൻ ഇപ്പം കാണിക്കാം. ഏകദേശം 6 കളറോളം വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലാസ് ബീഡ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ബീഡ്സും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാറ്റലോഗിൽ നോക്കിയാൽ മതി. വാട്സപ്പിൽ വന്നിട്ട് കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ബീഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വിലയും എല്ലാം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് 50 രൂപയാണ്. അത് വെയിറ്റ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാകും. എന്തായാലും നമ്മൾ തുടക്കം 50 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ്. കണ്ടോ, ഇതും വളരെ നല്ലതാണ്. മൾട്ടി കളറാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സും വളരെ നല്ലതാണ് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട്. കണ്ട് ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് സെയിം കളർ വേണമെങ്കിലും വെക്കാം. അല്ല നമുക്ക് പല കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 6 കളറെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എത്ര കളർ വരുന്നുണ്ടെന്ന്. കണ്ട നല്ല ഭംഗിയുള്ള ആ ഒരു ബീഡ്സ് ആണിത്.
ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മളോട് നേരത്തെ ചോദിച്ചിരുന്നു ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ അതിൻ്റെ സ്റ്റോക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കിറ്റ് ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഓരോ ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എത്രത്തോളം ഏതൊക്കെ ബീഡ്സ് പുതിയതായിട്ട് വന്നു എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വളരെ നല്ല ബീഡ്സ് ആണ്. നമുക്കിതുപോലെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സുകളാണ്. മുമ്പൊക്കെ ഈ ഒരു കളറ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ പുതിയതായിട്ട് ഈ ഒരു കളറും കൂടെ നമ്മുടെ ഈ ഒരു ഹാർട്ടിൻ്റെ ഈ ഒരു ബീഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ പല കളറും ഉണ്ട്. നല്ല രസമുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ്. ഇതുപോലെ നമുക്ക് ഓരോ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഹെയർ ക്ലിപ്പാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നല്ല ഒരു മാലയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഈ ഒരു ബീഡ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഏത് ബീഡ്സ് ആണെന്ന് നോക്കാം. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലെറ്റർ ബീഡ്സ് ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലവർ ഷേപ്പാണ് ഇതിന് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു ഫ്ലവറിന്റെ ഷേപ്പാണ് വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ബീഡ്സ് ആണിത്. നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പും വരുന്നുണ്ട്. നമുക്ക് പേരും എഴുതി കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പം ജസ്റ്റ് നമുക്ക് റേസൺ എഴുതാം. YSO എന്നെ കിട്ടുന്നില്ല കേട്ടോ. എന്താണ് കിട്ടുന്നത്? നമുക്കത് കോർത്ത് കാണിക്കാം. അപ്പം ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ട് ഇതുപോലെ നമുക്ക് പേര് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ റൗണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്താലും വൈറ്റിന്റെ ആണെങ്കിലും കളർ ആണെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ നല്ലൊരു ഹെയർ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് നമുക്ക് കുറച്ച് നല്ല ബീഡ്സുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ഭംഗിയാകും. നമ്മൾ പേരും കൂടെ നെയിമും കൂടെ എഴുതി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് ലെറ്റർ ബീഡ്സ് റൗണ്ടും വന്നിട്ടുണ്ട്. റൗണ്ടിന്റെ മൾട്ടി കളർ വരുന്നുണ്ട്, പിന്നെ ഫ്ലവറിന്റെ വരുന്നുണ്ട്, പിന്നെ ലെറ്റേഴ്സ് മാത്രമുള്ള ബീഡ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ചെറിയ ബീഡ്സ് ആണ്. കണ്ടോ, വളരെ നല്ല ഡബിൾ കളർ വരുന്ന, ഡബിൾ ഷെയ്ഡ് വരുന്ന നല്ലൊരു ബീഡ്സ് ആണ്. കണ്ടോ,
ഇത് തന്നെ യെല്ലോയും ഈ ഒരു കളറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്കിത് ഹെയർ ബാൻഡിൽ ഇപ്പം നമുക്ക് മറ്റ് ബീഡ്സ് ഒക്കെ ഞാൻ മുമ്പ് പരിചയപ്പെട്ട ബീഡ്സിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബീഡ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ബീഡ്സ് ആണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ്. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിന് നടുവിലായിട്ട് വേറെ ബീഡ്സ്, അപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ബീഡ്സ് ഇട്ടിട്ട് അതിന് ശേഷം ഈ ഒരു ബീഡ്സ് ഇട്ട് അതിന് ശേഷം നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ബട്ടർഫ്ലൈ, അതിന് ശേഷം ഈ ഒരു ബീഡ്സ് അങ്ങനെ ഇട്ട് നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് അതുപോലെ നല്ലൊരു മാലയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ യെല്ലോ കളർ ബീഡ്സ് ആണ്. കണ്ടോ, വളരെ നല്ല ബീഡ്സ്, കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണ്. എല്ലാവരും എടുക്കുന്ന കാണിക്കുന്ന ടൈപ്പിൽ യെല്ലോ കളർ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതും വളരെ നല്ലതാണ്, നമുക്ക് മറ്റ് ബീഡ്സ് കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഡാർക്ക് കളറ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എല്ലാം നല്ല അടിപൊളി ബീഡ്സുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ട്, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് പ്രയോജനകരമായ വീഡിയോസ് തന്നെയാണ് നിങ്ങൾക്ക് ഇടുന്നത്. കിറ്റുകളാണേലും ഒരു 100 രൂപ 199 രൂപയുടെ കിറ്റുകൾ മുതൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണേലും നല്ല നല്ല പുതിയ വെറൈറ്റി ബീഡ്സുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പുതിയ കിറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ഒരു കിറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്